ദിവസം തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് ക്ഷീണിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? രാവിലെ ഉണർന്നപ്പോൾ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. അലാറം, ഫോൺ, കുറച്ച് മെസ്സേജുകൾ, ചെറിയ തിരക്കുകൾ. എന്നാൽ പ്രധാനപ്പെട്ട ജോലി ചെയ്യാനിരുന്നപ്പോൾ ശ്രദ്ധ ചിതറുന്നു, ക്ഷമ കുറയുന്നു, ഉത്സാഹം ചോർന്നു പോകുന്നു. ഇത്ര വേഗം ഞാൻ എങ്ങനെ തളർന്നു എന്ന ചോദ്യമുണ്ടാകുന്നു. ഇത് നിങ്ങളുടെ മടുപ്പല്ല, നിങ്ങളുടെ കഴിവ് കുറവുമല്ല. പലപ്പോഴും ഇത് ഡിസിഷൻ ഫറ്റീഗ് ആണ്. നമ്മൾ തിരിച്ചറിയാതെ തന്നെ രാവിലെ ചെറുതായി ചെറുതായി എടുത്ത തീരുമാനങ്ങളുടെ ഭാരമാണ്. ഈ ഓഡിയോ ബുക്ക് വളരെ ലളിതമായ ഒരു സത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കും. വിജയകരമായ ദിനങ്ങൾ യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല, അവ രൂപകൽപ്പന ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ സംരക്ഷിച്ചാൽ നിങ്ങളുടെ ശേഷിച്ച ദിവസം മാറും. നിങ്ങൾ ദിവസത്തെ ജയിക്കാൻ ശ്രമിക്കേണ്ടതില്ല, നിങ്ങൾ അത് നിയന്ത്രിക്കാൻ പഠിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് ഒരു ലളിതമായ യാത്ര തുടങ്ങാം. കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ നിയന്ത്രണത്തോടെ, കൂടുതൽ ഉദ്ദേശപൂർവം ഓരോ ദിവസവും ആരംഭിക്കാനുള്ള യാത്ര. പ്രഭാതത്തിലെ ആദ്യ മണിക്കൂർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാനുള്ള യാത്ര. ഇത്തരം നിരവധി ഓഡിയോ ബുക്കുകളും പുസ്തകാസ്വാദനങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. അവ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. മനസ്സിന്റെ ഊർജം കവരുന്ന ഡിസിഷൻ ഫറ്റീഗ്. രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ മസ്തിഷ്കം ഒരു ചോദ്യം ചോദിക്കുന്നു: ഈ ദിവസം എങ്ങനെ തുടങ്ങണം? നമ്മൾ ആ ചോദ്യം വളരെ ലഘുവായി കാണുന്നു. പക്ഷേ അതിന് പിന്നാലെ വരുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് നമ്മുടെ ദിവസത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്നത്. അലാറം ഓഫ് ചെയ്യണോ, സ്നൂസ് അമർത്തണോ, ഫോൺ നോക്കണോ, വെള്ളം കുടിക്കണോ, സോഷ്യൽ മീഡിയ തുറക്കണോ, വ്യായാമം ചെയ്യണോ, ഇങ്ങനെ അനവധി ചെറിയ തെരഞ്ഞെടുപ്പുകൾ. ഇവയിൽ ഓരോന്നും നിസ്സാരമായി തോന്നാം. പക്ഷേ ഈ നിസ്സാര തീരുമാനങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ് നമ്മുടെ മനസ്സിന്റെ ഊർജശേഖരം പതുക്കെ ചോർത്തി തുടങ്ങുന്നത്. പലതരം തീരുമാനങ്ങൾ എടുക്കാനായി നമ്മൾ ചെലവഴിക്കുന്ന ഊർജത്തിന്റെ നിശബ്ദ ചോർച്ചയാണ് ഡിസിഷൻ ഫറ്റീഗ് എന്നറിയപ്പെടുന്നത്. ഡിസിഷൻ ഫറ്റീഗ് ഒരു രാത്രി കൊണ്ടുണ്ടാകുന്ന ക്ഷീണമല്ല, അത് മിനിറ്റുകൾ കൊണ്ട് തന്നെ രൂപം കൊള്ളുന്ന, മനസ്സിന് ഭാരം ചുമത്തുന്ന ഒരു അദൃശ്യ പ്രക്രിയയാണ്. നമ്മുടെ മസ്തിഷ്കത്തിലെ മുൻഭാഗമാണ് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതും നിയന്ത്രണശേഷി ഉപയോഗിക്കുന്നതും വികാരങ്ങളെ നിയന്ത്രിക്കുന്നതും. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുമ്പോൾ ബ്രെയിൻ വലിയ അളവിൽ ഊർജം ചെലവഴിക്കുന്നു. ഊർജം അനന്തമായ ഉറവിടമല്ല, അതിന് പരിധിയുണ്ട്. രാവിലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ അത് ചെലവഴിച്ചാൽ ദിവസത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വേണ്ട ശക്തി കുറയുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ഫോൺ എടുത്ത് വാർത്തകളും സന്ദേശങ്ങളും പരിശോധിക്കുന്നു. ഓരോ സന്ദേശവും ഒരു തീരുമാനം ആവശ്യപ്പെടുന്നു. മറുപടി കൊടുക്കണോ, അവഗണിക്കണോ, പിന്നീട് നോക്കണോ? ഓരോ വാർത്തയും നിങ്ങളുടെ മനസ്സിൽ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നു. സന്തോഷം, അസ്വസ്ഥത, ആശങ്ക. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ വികാരങ്ങളെയും ശ്രദ്ധയെയും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം തന്നെ ഊർജം ആവശ്യപ്പെടുന്ന പ്രക്രിയകളാണ്. അതിനുശേഷം എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം തയ്യാറാക്കണം, ഇന്ന് ആദ്യം പ്രാധാന്യം നൽകേണ്ട ജോലി, ആരുമായി സംസാരിക്കണം, ഇങ്ങനെ തുടർച്ചയായി തീരുമാനങ്ങൾ. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കൂടിച്ചേർന്നപ്പോൾ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലോ പരീക്ഷയിലോ നിർണായക സംഭാഷണത്തിലോ നിങ്ങൾ എത്തുമ്പോഴേക്കും മനസ്സ് ക്ഷീണിച്ചിരിക്കാം. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മനുഷ്യ മസ്തിഷ്കം സുരക്ഷയും ലാളിത്യവും ഇഷ്ടപ്പെടുന്നു. അനിശ്ചിതത്വം അതിനെ അലട്ടുന്നു. ഓരോ തെരഞ്ഞെടുപ്പും ഒരു ചെറിയ അനിശ്ചിതത്വമാണ്. ശരി എന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ മസ്തിഷ്കം പല സാധ്യതകളും വിലയിരുത്തുന്നു. ഈ വിലയിരുത്തലിന് ഊർജ സ്രോതസ്സുകൾ ആവശ്യമാണ്. അതിനാൽ ഒരേ സമയം അനവധി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ മസ്തിഷ്കം പതുക്കെ ക്ഷീണിക്കുന്നു. ഈ ക്ഷീണം വന്നാൽ നാം എളുപ്പമുള്ള വഴിയിലേക്കാണ് തിരിയുന്നത്, അഥവാ തൽക്ഷണ സന്തോഷം നൽകുന്ന പക്ഷേ ദീർഘകാല ഗുണം കുറവായ തെരഞ്ഞെടുപ്പുകൾ. രാവിലെ ഈ ഡിസിഷൻ ഫറ്റീഗ് കൂടുതലായി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം രാവിലെ നമുക്ക് മുന്നിൽ ഒരു ശൂന്യമായ ക്യാൻവാസ് തുറന്നു കിടക്കുന്നു. അതിൽ എന്തെഴുതണമെന്ന് നമ്മുടേതായ ഉത്തരവാദിത്തമാണ്. നിർവചിക്കാത്ത സമയം, നിർണയിക്കാത്ത പ്രവൃത്തികൾ, ഇവയൊക്കെ മനസ്സിനെ നിർബന്ധിതമായ തെരഞ്ഞെടുപ്പുകളിലേക്ക് തള്ളുന്നു. നിങ്ങൾക്ക് ഒരു നിർദ്ദിഷ്ട സിസ്റ്റം ഇല്ലെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾക്ക് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടി വരും.
അതിനാൽ രാവിലെ വ്യക്തമായ രൂപരേഖയില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഊർജം ചെലവഴിക്കപ്പെടുന്നു. ചിലർ പറയും, ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് നിയന്ത്രണങ്ങളില്ല, ദിവസവും പുതുമ വേണം. എന്നാൽ സ്വാതന്ത്ര്യത്തിനും ഒരു ചെലവുണ്ട്. ഓരോ ദിവസവും പുതുമ തേടുന്നത് കൂടുതൽ തീരുമാനങ്ങൾ ആവശ്യപ്പെടുന്നു. അതിലൂടെ ഡിസിഷൻ ഫറ്റീഗ് വർദ്ധിക്കുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ നിമിഷവും പുതിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മനസ്സിന് കഴിയുന്നതാണ്. അതിനായി ചെറിയ കാര്യങ്ങളിൽ സ്ഥിരതയും മുൻകൂട്ടി നിശ്ചയിച്ച സംവിധാനങ്ങളും ആവശ്യമാണ്. ഡിസിഷൻ ഫറ്റീഗ് നമ്മുടെ വികാരങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? രാവിലെ തന്നെ അനവധി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ക്ഷമ കുറഞ്ഞു പോകുന്നു. ചെറിയ പാളിച്ചകൾ പോലും അസഹനീയമായി തോന്നാം. ഒരാൾ ചെറിയൊരു വിമർശനം ഉന്നയിച്ചാൽ പോലും അത് നമ്മെ ബാധിക്കും. കാരണം മനസ്സ് ഇതിനകം തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ട ശക്തി കുറഞ്ഞിരിക്കുന്നു. അതിനാൽ നമ്മൾ കൂടുതൽ പ്രതികരിക്കുന്നു. ആ പ്രതികരണം വേഗത്തിലാകും, പക്ഷേ ആലോചിച്ചുള്ള മറുപടികൾ കുറയും. ഇത് നമ്മുടെ ഉൽപാദനക്ഷമതയെയും ബാധിക്കുന്നു. ദിവസത്തിലെ ഏറ്റവും സൃഷ്ടിപരമായ സമയമായ രാവിലെ നാം പലപ്പോഴും നിസ്സാര കാര്യങ്ങളിൽ ചെലവഴിക്കുന്നു. ഇമെയിലുകൾ പരിശോധിക്കൽ, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യൽ, മുൻകൂട്ടി നിശ്ചയിക്കാത്ത ജോലികൾക്കിടയിൽ അലഞ്ഞുതിരിയൽ, ഇവയൊക്കെ വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ഏറ്റവും ശ്രദ്ധയും ആഴമുള്ള ചിന്തയും ആവശ്യമായ ജോലികൾ പിന്നിലേക്ക് നീങ്ങുന്നു. വൈകുന്നേരം എത്തി നാം അവ ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും മനസ്സ് ക്ഷീണിച്ചിരിക്കും. ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വസ്ത്രം, പ്രഭാത ഭക്ഷണം, ആദ്യ ജോലി പട്ടിക എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾക്ക് കുറച്ചു മാത്രം തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ മതി. ഉണർന്നാൽ ഉടൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. മനസ്സ് നേരിട്ട് പ്രധാനപ്പെട്ട ജോലിയിലേക്ക് കടക്കും. ഇതാണ് ഡിസിഷൻ ഫറ്റീഗ് ഒഴിവാക്കാനുള്ള ആദ്യപടി. തെരഞ്ഞെടുപ്പുകൾ കുറയ്ക്കുക. കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് ഇതിന് വിപരീതമാണ്. അധിക ഓപ്ഷനുകൾ കൂടുതൽ ആശങ്കയും സംശയവും സൃഷ്ടിക്കുന്നു. ഇതിനേക്കാൾ നല്ലത് മറ്റേ ഓപ്ഷൻ ആയിരുന്നില്ലേ, അതെനിക്ക് നഷ്ടപ്പെട്ടോ എന്ന ഭയം. ഈ ഭയം തന്നെ അധിക ചിന്തയ്ക്ക് വഴിയൊരുക്കുന്നു. രാവിലെ ആദ്യ മണിക്കൂർ ഒരു വാതിൽ പോലെയാണ്. ആ വാതിൽ വഴി നിങ്ങൾ ഏത് മനോഭാവത്തിലേക്കാണ് കടക്കുന്നത് എന്നത് മുഴുവൻ ദിവസത്തെയും സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങൾ ആശയക്കുഴപ്പത്തോടൊപ്പം തീരുമാനങ്ങളുടെ ഭാരത്തോടെയും പ്രവേശിച്ചാൽ ദിനം മുഴുവൻ അത് പിന്തുടരും. എന്നാൽ വ്യക്തമായ രൂപരേഖയോടെയും ലളിതമായ ആരംഭത്തോടെയും പ്രവേശിച്ചാൽ നിങ്ങളുടെ ശ്രദ്ധ ഉയർന്ന നിലയിൽ തുടരും. ഡിസിഷൻ ഫറ്റീഗ് ഒരു ശത്രുവല്ല, അതൊരു മുന്നറിയിപ്പാണ്. കൂടുതൽ പ്രചോദനം നേടുന്നതിൽ അല്ല ശ്രദ്ധ വേണ്ടത്, ഒരു സിസ്റ്റം സൃഷ്ടിക്കുന്നതിലാണ്. രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ സമയം ചെലവഴിക്കേണ്ടതില്ലാത്ത വിധം ഒരു ക്രമം സൃഷ്ടിക്കുക. ഒരേ സമയത്ത് എഴുന്നേൽക്കുക, ഒരേ ക്രമത്തിൽ തയ്യാറാകുക, ആദ്യ 30 മിനിറ്റ് ഫോൺ ഒഴിവാക്കുക, ഒരു നിർദ്ദിഷ്ട പ്രധാന ജോലിയിലേക്ക് നേരിട്ട് കടക്കുക. ഇങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ച ക്രമം മനസ്സിനെ സുരക്ഷിതമാക്കുന്നു. ഈ സിസ്റ്റത്തിന്റെ ആവർത്തനം സ്ഥിരത സൃഷ്ടിക്കും. ഇത് കഠിനമായ നിയന്ത്രണമാണ് എന്ന് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ അല്പം ചിട്ട വരുത്തിയാൽ വലിയ കാര്യങ്ങളിൽ സൃഷ്ടിപരതയ്ക്കും ആഴമുള്ള ചിന്തയ്ക്കും കൂടുതൽ ഇടം ലഭിക്കും. ലോകത്തിലെ പല വിജയികളും അവരുടെ പ്രഭാതശീലങ്ങളെ ലളിതമാക്കിയത് ഇതുകൊണ്ടാണ്. അവർ ഓരോ ദിവസവും ഒരേപോലെ തുടങ്ങുന്നു. അതുവഴി അവരുടെ മനസ്സ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കായി സംരക്ഷിക്കപ്പെടുന്നു. രാവിലെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിഴവ് വലിയ തെറ്റുകൾ ചെയ്യുന്നതല്ല, ചെറിയ കാര്യങ്ങളെ ലഘുവായി കാണുന്നതാണ്. ഓരോ ചെറിയ തീരുമാനവും നമ്മുടെ മനസ്സിന്റെ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ചോർച്ചയാണ്. ചോർച്ചകൾ കൂടിച്ചേർന്നാൽ കാലക്രമേണ വലിയ നിക്ഷേപങ്ങൾ തന്നെ നഷ്ടപ്പെടും. നമ്മുടെ ആദ്യ മണിക്കൂർ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ദിനത്തിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. നിശബ്ദമായ ഈ ചോർച്ചയെ തിരിച്ചറിയുക. നിങ്ങളുടെ പ്രഭാതത്തെ നിരീക്ഷിക്കുക. എത്ര തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു? അവയിൽ എത്രയെണ്ണം മുൻകൂട്ടി നിശ്ചയിക്കാം? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായി മറുപടി നൽകുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ ബോധ്യം ലഭിക്കും. ഡിസിപ്ലിൻ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമല്ല,
അത് സ്വാതന്ത്ര്യത്തിന്റെ വഴിയാണ്. തീരുമാനങ്ങൾ കുറയ്ക്കുക, ഊർജം സംരക്ഷിക്കുക, രാവിലെ തന്നെ മനസ്സിനെ ക്ഷീണിപ്പിക്കാതിരിക്കുക, പ്രധാനപ്പെട്ടതിനായി മനസ്സൊരുക്കുക. കാരണം വിജയത്തിന്റെ തുടക്കം പലപ്പോഴും ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നു. ദിവസത്തിലെ ആദ്യ മണിക്കൂറിന്റെ ബ്ലൂ പ്രിന്റ്. രാവിലെ ആദ്യ മണിക്കൂർ ആ ദിനത്തിന്റെ ദിശ നിശ്ചയിക്കുന്ന നിയന്ത്രണ കേന്ദ്രമാണ്. പലർക്കും പ്രഭാതങ്ങൾ ഒരു പോരാട്ടമാണ്. അലാറമിനോടുള്ള പോരാട്ടം, സമയത്തോടുള്ള പോരാട്ടം, സ്വയം നിയന്ത്രിക്കാനുള്ള പോരാട്ടം. എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നം പ്രചോദനക്കുറവല്ല, സിസ്റ്റം ഇല്ലായ്മയാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തമായ ബ്ലൂ പ്രിന്റ് ഇല്ലെങ്കിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പുതുതായി തീരുമാനിക്കേണ്ടി വരും. അതാണ് മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവസത്തിന്റെ ആദ്യ മണിക്കൂർ മുൻകൂട്ടി രൂപകൽപ്പന ചെയ്തിരിക്കണം. ഒരു കെട്ടിടം പണിയാൻ പോകുന്നതിനു മുമ്പ് എഞ്ചിനീയർ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. അതില്ലാതെ പണി തുടങ്ങില്ല. എന്നാൽ നമ്മുടെ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പ്രഭാതത്തിനായി നമ്മൾ ഒരിക്കലും ബ്ലൂ പ്രിന്റ് തയ്യാറാക്കില്ല. നാളെ മുതൽ നല്ല രീതിയിൽ തുടങ്ങാം എന്നൊരു മങ്ങലുള്ള ആഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. ആ ആഗ്രഹം മതിയാകില്ല. വ്യക്തമായ ക്രമീകരണമാണ് ആവശ്യമായത്. ആദ്യപടി ലളിതമാണ്. തീരുമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുക. നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം ദിവസവും വ്യത്യസ്തമാണെങ്കിൽ ഓരോ പ്രഭാതത്തിലും അലാറം അടിക്കുമ്പോൾ മനസ്സുമായി ഒരു ചർച്ച നടക്കും. ഇനി 5 മിനിറ്റ് കൂടി ഉറങ്ങണോ? ഇന്നത്തെ സാഹചര്യത്തിൽ അല്പം വൈകിയാലും കുഴപ്പമില്ലല്ലോ. ഈ ചെറിയ വാദപ്രതിവാദങ്ങൾ തന്നെ മനസ്സിന്റെ ഊർജം കളയുന്നു. അതിനാൽ എന്നും ഉണരുന്ന സമയം നിശ്ചിതമാക്കുക. ചർച്ചയ്ക്ക് ഇടവരുത്തരുത്. അലാറം മുഴങ്ങിയാൽ എഴുന്നേൽക്കുക എന്നത് ഒരു നിയമമാകണം, ഒരു തെരഞ്ഞെടുപ്പ് ആകരുത്. ഇനിയുള്ളത് പരിസ്ഥിതി രൂപകൽപ്പനയാണ്. മനസ്സിനേക്കാൾ ശക്തമായത് നമ്മുടെ ചുറ്റുപാടുകളാണ്. നിങ്ങൾ ഫോൺ കിടക്കയ്ക്ക് അടുത്തു വെച്ചാൽ ഉണർന്നാലുടൻ അത് കയ്യിലെത്തും. നിങ്ങൾ രാത്രി തന്നെ വ്യായാമ വസ്ത്രം തയ്യാറാക്കി വെച്ചാൽ രാവിലെ അത് ധരിക്കാൻ എളുപ്പമാകും. നിങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം മുൻകൂട്ടി ഒരുക്കിയാൽ ജങ്ക് ഫുഡ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കുറയും. പരിസ്ഥിതി മാറ്റുന്നത് ശീലത്തെ എളുപ്പമാക്കുന്നു. ശീലം എളുപ്പമായാൽ അത് പ്രാവർത്തികമാക്കാൻ വിൽ പവർ ചെലവാക്കേണ്ടതില്ല. ആദ്യ മണിക്കൂറിന്റെ ഘടന ലളിതമായിരിക്കണം. ടു ഡു ലിസ്റ്റിൽ വെറും 3 കാര്യങ്ങൾ മാത്രം മതി. ശരീരത്തെ ഉണർത്തുക, മനസ്സിനെ കേന്ദ്രീകരിക്കുക, പ്രധാന ജോലിയിലേക്ക് കടക്കുക. ഇതിൽ കൂടുതൽ ചേർക്കാൻ ശ്രമിച്ചാൽ അത് സങ്കീർണമാകും. ഉദാഹരണത്തിന്, എഴുന്നേറ്റ ഉടൻ വെള്ളം കുടിക്കുക, തുടർന്ന് 10 മുതൽ 20 മിനിറ്റ് വരെ ലഘുവായ വ്യായാമമോ സ്ട്രെച്ചിങ്ങോ, പിന്നെ 10 മിനിറ്റ് ബ്രീത്തിങ് എക്സർസൈസ്, ധ്യാനം അല്ലെങ്കിൽ വായന. അതിനുശേഷം നേരിട്ട് നിങ്ങളുടെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ആരംഭിക്കുക. ഈ ക്രമം ദിവസവും ഒരേപോലെ ആവർത്തിക്കുമ്പോൾ അത് ഒരു സ്വാഭാവിക പ്രവാഹമാകും. ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലി പൂർത്തിയാകുമ്പോൾ എന്തെന്നില്ലാത്ത ഉന്മേഷവും ആത്മവിശ്വാസവും അനുഭവപ്പെടും. നമ്മൾ മുന്നേറുന്നു എന്ന തോന്നലുണ്ടാകും. ഈ ലളിതമായ സിസ്റ്റം നമ്മളെ കൂടുതൽ ക്രിയേറ്റീവും പ്രൊഡക്റ്റീവും ആക്കും. ആദ്യ മണിക്കൂർ ഒരിക്കലും പ്രതികരണപരമാകരുത്. അതായത് ഇമെയിലുകൾ, സന്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ ഇവയെല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ്. നിങ്ങൾ രാവിലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മറുപടി നൽകി തുടങ്ങിയാൽ നിങ്ങളുടെ ദിവസം അവരുടെ മുൻഗണനകളാൽ നിയന്ത്രിക്കപ്പെടും. പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളാണ് ആദ്യ സ്ഥാനത്ത് വരേണ്ടത്. അതിനാൽ ആദ്യ 30 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് അകലം പാലിക്കുക. ഈ സമയത്തെ നിങ്ങൾക്കായി മാത്രം സംരക്ഷിക്കുക. പലർക്കും ഒരു ചോദ്യമുണ്ടാകും, ഇത്ര കൃത്യമായ ക്രമം പാലിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? തുടക്കത്തിൽ അതുപോലെ തോന്നാം. കാരണം നിങ്ങൾ ഇപ്പോൾ ശീലമാക്കിയിരിക്കുന്നത് അനിശ്ചിതത്വമാണ്. എന്നാൽ 2 ആഴ്ച സ്ഥിരത പുലർത്തിയാൽ ഈ ക്രമം സ്വാഭാവികമാകും. മനുഷ്യ മസ്തിഷ്കം ആവർത്തനത്തെ ഇഷ്ടപ്പെടുന്നു. ആവർത്തനം സുരക്ഷയുടെ അനുഭവം നൽകുന്നു. സുരക്ഷ ഉണ്ടാകുമ്പോൾ മനസ്സ് കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറാകും. പ്രചോദനം മാത്രം പോരാ. പ്രചോദനത്തെ മാത്രം ആശ്രയിച്ചാൽ നിങ്ങൾ ചില ദിവസങ്ങളിൽ ഉത്സാഹത്തോടെ എഴുന്നേൽക്കും, ചില ദിവസങ്ങളിൽ ചെയ്യില്ല. എന്നാൽ സിസ്റ്റം വിശ്വസനീയമാണ്. നിങ്ങൾക്ക് പ്രചോദനമില്ലെങ്കിലും സിസ്റ്റം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനാൽ നിങ്ങളുടെ രാവിലത്തെ ശീലം തീരുമാനിക്കാൻ പ്രചോദനത്തെ ആധാരമാക്കരുത്. സിസ്റ്റം ഒരുക്കുന്ന ചിട്ടയാണ് വേണ്ടത്. ബ്ലൂ പ്രിന്റ് രൂപകൽപ്പന ചെയ്യുമ്പോൾ യാഥാർത്ഥ്യബോധം ആവശ്യമാണ്.
രാവിലെ 2 മണിക്കൂർ ധ്യാനം, 1 മണിക്കൂർ വായന, 1 മണിക്കൂർ വ്യായാമം, ഇങ്ങനെ അമിത ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് തകരും. പകരം ചെറിയതും സ്ഥിരവുമായ ഘടന തിരഞ്ഞെടുക്കുക. 30 മിനിറ്റ് പോലും മതിയാകും, പക്ഷേ അത് സ്ഥിരമായിരിക്കണം. സ്ഥിരതയാണ് ശക്തി. ഇത് വ്യക്തിപര വളർച്ചയ്ക്കു മാത്രമല്ല, വികാര നിയന്ത്രണത്തിനും സഹായിക്കുന്നു. രാവിലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ക്രമം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കും. ഞാൻ എൻ്റെ ദിനം നിയന്ത്രിക്കുന്നു എന്ന ബോധം. ഈ ബോധം ദിവസത്തിലെ മറ്റ് വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും. പുറത്തുള്ള അനിശ്ചിതത്വങ്ങൾ മാറില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ സിസ്റ്റം ഉറപ്പുള്ളതായിരിക്കും. ആദ്യ മണിക്കൂറിന്റെ ബ്ലൂ പ്രിന്റ് ഒരു തന്ത്രം മാത്രമല്ല, അത് ഒരു പ്രതിജ്ഞയാണ്. നിങ്ങൾ സ്വയം പറയുന്ന ഒരു വാക്ക്. എന്റെ മികച്ച ഊർജം ഞാൻ നിസ്സാര കാര്യങ്ങൾക്ക് നൽകില്ല. ഈ പ്രതിജ്ഞയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ സംരക്ഷിക്കുന്നു. ശ്രദ്ധ സംരക്ഷിക്കുമ്പോൾ സൃഷ്ടിപരതയും ആഴമുള്ള ചിന്തയും സ്വാഭാവികമായി ഉയരും. ഇത് ഒരു കർശനമായ ജീവിതശൈലിയല്ല, മറിച്ച് അത് ലളിതമായ ജീവിതശൈലിയാണ്. രാവിലെ എന്ത് ചെയ്യണമെന്ന ആശങ്ക ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമാധാനം ലഭിക്കും. ആശങ്ക കുറയുമ്പോൾ മനസ്സ് കൂടുതൽ വ്യക്തതയോടെ പ്രവർത്തിക്കും. വ്യക്തതയുള്ള മനസ്സാണ് മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നത്. വിജയകരമായ ഒരു ദിവസം യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല, അത് രൂപകൽപ്പന ചെയ്യപ്പെടുന്നതാണ്. ആദ്യ മണിക്കൂർ രൂപകൽപ്പന ചെയ്യുന്നത് ദിവസത്തിന്റെ ശേഷിക്കുന്ന ഭാഗം ലളിതമാക്കുന്നു. നിങ്ങൾ ഓരോ പ്രഭാതവും ഒരേ ക്രമത്തിൽ ആരംഭിക്കുമ്പോൾ അത് ഒരു ശക്തമായ സന്ദേശം നൽകുന്നു. ഞാൻ ഉദ്ദേശപൂർവം ജീവിക്കുന്നു. ഈ പർപ്പസാണ് ജീവിതത്തിൽ നിങ്ങളുടെ ഉന്നത പ്രകടനത്തിന്റെ അടിസ്ഥാനം. അതിനാൽ നാളെ രാവിലെ എന്തു ചെയ്യണമെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. എഴുന്നേൽക്കുന്ന സമയം, ആദ്യ പ്രവൃത്തി, പ്രധാന ജോലി എല്ലാം വ്യക്തമായി നിർവചിക്കുക. പിന്നീട് അത് ആവർത്തിക്കുക, വീണ്ടും ആവർത്തിക്കുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണും. കൂടുതൽ ഊർജം, കൂടുതൽ വ്യക്തത, കൂടുതൽ നിയന്ത്രണം. ആദ്യ മണിക്കൂറിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഒരു സമ്മാനമാണ്. നിങ്ങളുടെ ദിവസത്തെ ജയിക്കാൻ സഹായിക്കുന്ന ഒരു നിശബ്ദ ആയുധം. അതിനെ ലളിതമാക്കുക, ഘടന നൽകുക, സ്ഥിരത പാലിക്കുക. പിന്നെ നിങ്ങളുടെ ദിവസം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ജീവിതം എല്ലാം പുതിയ ദിശയിൽ നീങ്ങുന്നത് നിങ്ങൾ കാണും. സംരക്ഷിച്ച ഊർജത്തിന്റെ ശക്തി, മാനസിക ശേഷിയെ കാത്തുസൂക്ഷിക്കുന്ന കല. രാവിലെ ആദ്യ മണിക്കൂർ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ നേട്ടം ഉടൻ തന്നെ കാണാനാകില്ല. എന്നാൽ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ ഒരു സൂക്ഷ്മമായ മാറ്റം നിങ്ങൾ അനുഭവിക്കും. മുമ്പ് ഉച്ചയോടെ അനുഭവപ്പെട്ടിരുന്ന മാനസിക ക്ഷീണം പതുക്കെ ഇല്ലാതാകും. ചെറിയ കാര്യങ്ങളിൽ അസഹിഷ്ണുത കുറയും. പ്രധാന ജോലികളിൽ കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നു എന്ന് തോന്നും. ഇതെല്ലാം ഒരൊറ്റ കാരണത്തിന്റെ ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ മാനസിക ഊർജം സംരക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനുഷ്യന്റെ മാനസിക ശേഷി അനന്തമല്ല. പലപ്പോഴും നമ്മൾ കരുതുന്നത് പോലെ കൂടുതൽ ശ്രമിച്ചാൽ മതി എന്നതല്ല സത്യം. ശരീരത്തിന് വിശ്രമം ആവശ്യമുള്ളതുപോലെ മനസ്സിനും ഊർജപരിധിയുണ്ട്. ഓരോ ചിന്തയും, ഓരോ തീരുമാനവും, ഓരോ വികാര നിയന്ത്രണ ശ്രമവും ഈ ഊർജത്തിൽ നിന്ന് ചെലവാകുന്നു. അതിനാൽ ഊർജം എവിടെ ചെലവാക്കണമെന്ന് മനഃപൂർവ്വം തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. തിരക്കിലാകുക എന്നത് ഉൽപാദനക്ഷമതയല്ല. നിങ്ങൾ ദിവസം മുഴുവൻ പ്രവർത്തിച്ചാലും അതിൽ എത്ര ശതമാനം പ്രവർത്തനങ്ങൾ ഉയർന്ന മൂല്യമുള്ളവയാണ് എന്ന് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ പ്രതികരണപരമായ ജോലികളിലാണ് സമയം ചെലവഴിക്കുന്നത്. സന്ദേശങ്ങൾക്ക് മറുപടി നൽകൽ, ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, അനാവശ്യമായ ചർച്ചകൾ, ഇവയെല്ലാം ആവശ്യമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും മികച്ച ഊർജം അർഹിക്കുന്നത് ഇവയൊന്നുമാകില്ല. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മൂല്യം നൽകുന്നവയാകില്ല. മാനസിക ഊർജം സംരക്ഷിക്കുന്നതിനുള്ള ആദ്യ സിദ്ധാന്തം ഇതാണ്: നിങ്ങളുടെ ഏറ്റവും മികച്ച സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുക. രാവിലെ നിങ്ങൾ സംരക്ഷിച്ച മനസ്സിന്റെ വ്യക്തതയും ശ്രദ്ധയും ഉയർന്ന നിലവാരത്തിലുള്ള ചിന്തയ്ക്കും പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുക. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ, തന്ത്രപരമായ തീരുമാനങ്ങൾ, ആഴത്തിലുള്ള പഠനം, ഇവയെല്ലാം ഉയർന്ന ഊർജം ആവശ്യപ്പെടുന്നു. അവയെ വൈകുന്നേരത്തേക്ക് മാറ്റിയാൽ നിങ്ങൾക്ക് അവയെ ശരിയായ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാനാകില്ല. രണ്ടാമത്തെ സിദ്ധാന്തം: ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൾട്ടി ടാസ്കിംഗ് എന്നത് ഒരു മിഥ്യാധാരണയാണ്. നിങ്ങൾക്ക് ഒരേ സമയം 2 കാര്യങ്ങൾ ഒരേ ശ്രദ്ധയോടെ ചെയ്യാനാകില്ല.
അവിടെ നിങ്ങൾ അതിവേഗത്തിൽ ശ്രദ്ധ മാറ്റുകയാണ്. ഓരോ സമയവും ചെറിയൊരു ഊർജ ചെലവാണ്. ഇത് ആവർത്തിക്കുമ്പോൾ മനസ്സ് തളരും. അതിനാൽ ഒരു സമയം നിശ്ചിതമായി ഒരു ജോലി മാത്രം ചെയ്യുക. 25 മിനിറ്റോ 45 മിനിറ്റോ ഒരു നിശ്ചിത സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം മുഴുകുക. ശേഷം ചെറിയ ഒരിടവേള. ഈ ലളിതമായ രീതി തന്നെ വലിയ മാറ്റം സൃഷ്ടിക്കും. മൂന്നാമത്തെ സിദ്ധാന്തം, വികാര നിയന്ത്രണം ഒരു ഊർജ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് കോപമുണ്ടാകുമ്പോൾ അത് അടക്കാൻ ശ്രമിക്കുന്നത്, ആശങ്കയുണ്ടാകുമ്പോൾ സ്വയം ശാന്തമാക്കാൻ ശ്രമിക്കുന്നത്, ഇവയെല്ലാം മാനസിക ശക്തി ആവശ്യപ്പെടുന്നു. അതിനാൽ അനാവശ്യമായ വികാര പ്രേരണകൾ കുറയ്ക്കുക. എല്ലാ വാർത്തകളും അറിയേണ്ടതില്ല. എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല. ഓരോ ചർച്ചയിലും പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ എന്തിൽ പങ്കാളിയാകണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നു. ഒരു സത്യസന്ധമായ ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ ദിവസത്തിലെ ഊർജ ചോർച്ചകൾ എവിടെയെല്ലാമാണ്? ചിലർക്കത് സോഷ്യൽ മീഡിയ ആയിരിക്കും. ചിലർക്കത് അനിയന്ത്രിതമായ മീറ്റിങ്ങുകളാകാം. ചിലർക്കത് ബന്ധുക്കളോടുള്ള സംസാരമോ ചാറ്റുകളോ ആകാം. ഇതിൽ ഏതായാലും നിങ്ങൾ വ്യക്തമായ പരിധികൾ നിശ്ചയിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ മാനസിക ശേഷിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഇല്ല എന്ന് പറയാനുള്ള കഴിവ് ഊർജ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. മാനസിക ഊർജം ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. നിങ്ങൾ ദിവസവും ഊർജം പിൻവലിക്കുകയും നിക്ഷേപം ഒന്നുമില്ലാതിരിക്കുകയും ചെയ്താൽ ഒരു ഘട്ടത്തിൽ അത് ശൂന്യമാകും. നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? മതിയായ ഉറക്കം, ശരിയായ ഭക്ഷണം, വ്യായാമം, നിശബ്ദമായ അല്പം സമയം, പ്രകൃതിയോടുള്ള ബന്ധം. ഇവയൊക്കെ നിങ്ങളുടെ മാനസിക ശേഷിയെ പുതുക്കുന്നു. ഉറക്കം ഏറ്റവും പ്രധാനമാണ്. ഉറക്കക്കുറവ് നിങ്ങളുടെ തീരുമാനശേഷിയെ നേരിട്ട് ബാധിക്കുന്നു. ഉറക്കമില്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധ്യത കൂടുതലാണ്. സംരക്ഷിച്ച ഊർജത്തിന്റെ മറ്റൊരു ഗുണമാണ് ആത്മവിശ്വാസം. നിങ്ങൾ നിങ്ങളുടെ ദിനം ഉദ്ദേശപൂർവം രൂപകൽപ്പന ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിയന്ത്രണ ബോധം ലഭിക്കും. ഈ ബോധം വെല്ലുവിളികളെ നേരിടുമ്പോൾ നിങ്ങളെ സ്ഥിരതയോടെ നിർത്തും. മുമ്പ് നിങ്ങളെ അലട്ടിയിരുന്ന ചെറിയ തടസ്സങ്ങൾ ഇപ്പോൾ അത്ര ശക്തിയുള്ളതായിരിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചിട്ടില്ല, അത് തയ്യാറായിരിക്കുന്നു. മാനസിക ശേഷി സംരക്ഷിക്കുന്നത് കടുത്ത നിയന്ത്രണമുള്ള ജീവിതമല്ല, അത് ബോധപൂർവമായ തിരഞ്ഞെടുപ്പുകളാണ്. നിങ്ങൾ ഓരോ നിമിഷവും എന്താണ് അനുവദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ ഒരു വിലപ്പെട്ട വിഭവമാണ്. ആരാണ് അത് ഉപയോഗിക്കുന്നത്? എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ദിനം സ്വയം ലളിതമാകാൻ തുടങ്ങും. ചില ദിവസങ്ങൾ എളുപ്പമാകും, ചില ദിവസങ്ങൾ കഠിനമാകും. അനിശ്ചിതത്വം ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ടെങ്കിൽ ആ ഘടന നിങ്ങൾക്ക് ആധാരമാകും. രാവിലെ രൂപകൽപ്പന ചെയ്ത ബ്ലൂ പ്രിന്റും ദിവസത്തിനിടയിലെ ഊർജ സംരക്ഷണ ശീലങ്ങളും ചേർന്നാൽ നിങ്ങൾക്ക് സ്ഥിരതയുള്ള പ്രകടനം സാധ്യമാകും. ഇത് അതിവേഗ വിജയം അല്ല, ദീർഘകാല മികവാണ്. ഊർജം സംരക്ഷിക്കുന്നതിന്റെ ലക്ഷ്യം കൂടുതൽ ജോലി ചെയ്യുക എന്നതല്ല, മികച്ച രീതിയിൽ ജോലി ചെയ്യുക എന്നതാണ്. കുറച്ച് കാര്യങ്ങളിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉയരും. ഗുണനിലവാരം ഉയർന്നാൽ ഫലങ്ങളും ഉയരും. അതിനാൽ നിങ്ങളുടെ മാനസിക ശേഷിയെ വിലമതിക്കുക. അത് യാദൃച്ഛികമായി ചെലവഴിക്കരുത്. ദിവസം അവസാനിക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഇന്ന് എൻ്റെ മികച്ച ഊർജം ഞാൻ എവിടെ ചെലവഴിച്ചു? ഈ ഒരു ചോദ്യം തന്നെ നിങ്ങളുടെ നാളത്തെ തിരഞ്ഞെടുപ്പുകളെ മാറ്റാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ ഊർജത്തിന്റെ സംരക്ഷകനാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശയും നിങ്ങൾ തന്നെ നിർണയിക്കും. അതാണ് സംരക്ഷിച്ച ഊർജത്തിന്റെ യഥാർത്ഥ ശക്തി. വിജയത്തിന്റെ പ്രോട്ടോകോൾ: ഡിസിപ്ലിൻ, ഏകാഗ്രത, ഇമോഷണൽ ഇന്റലിജൻസ്. രാവിലെയുള്ള ഡിസിഷൻ ഫറ്റീഗ് കുറയ്ക്കാൻ നമ്മൾ പഠിച്ചു. ആദ്യ മണിക്കൂറിന് ഒരു ബ്ലൂ പ്രിന്റ് രൂപകൽപ്പന ചെയ്തു. ദിവസത്തിനിടയിൽ മാനസിക ഊർജം സംരക്ഷിക്കാൻ പഠിച്ചു. ഇനി ചോദ്യം ഇതാണ്: ഈ സംരക്ഷിച്ച ഊർജം കൊണ്ട് എന്ത് ചെയ്യണം? ഉത്തരം ലളിതമാണ്: ഹൈ പെർഫോമൻസ്. പക്ഷേ ഹൈ പെർഫോമൻസ് എന്നാൽ കൂടുതൽ ജോലി ചെയ്യുക എന്നതല്ല. കൂടുതൽ ബോധപൂർവം, കൂടുതൽ ആഴത്തിൽ, കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഹൈ പെർഫോമൻസ് 3 തൂണുകളിൽ നിൽക്കുന്നു: ഡിസിപ്ലിൻ, ഏകാഗ്രത, ഇമോഷണൽ ഇന്റലിജൻസ്. ഈ 3 ഗുണങ്ങളും മാനസിക ഊർജം ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ആദ്യ 3 അധ്യായങ്ങൾ നിർണായകമായത്.
ഊർജം സംരക്ഷിക്കാത്ത ഒരാൾക്ക് ഡിസിപ്ലിൻ നിലനിർത്താനാകില്ല. ശ്രദ്ധ ചിതറുന്ന ഒരാൾക്ക് ഏകാഗ്രത സാധ്യമല്ല. വികാരങ്ങൾ തള്ളിമറിഞ്ഞു പോകുന്ന ഒരാൾക്ക് വ്യക്തതയുള്ള തീരുമാനങ്ങൾ എടുക്കാനാകില്ല. ഡിസിപ്ലിൻ പലരും തെറ്റായി മനസ്സിലാക്കിയ ഒരു ആശയമാണ്. അത് കടുത്ത നിയന്ത്രണമോ സന്തോഷരഹിതമായ ജീവിതമോ അല്ല. ഡിസിപ്ലിൻ എന്നത് ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ രാവിലെ തന്നെ നിങ്ങളുടെ ദിനം രൂപകൽപ്പന ചെയ്താൽ ഡിസിപ്ലിൻ ലളിതമാകും. കാരണം നിങ്ങൾക്ക് ഓരോ നിമിഷവും തീരുമാനിക്കേണ്ടതില്ല. നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച വഴിയിലൂടെയാണ് നടക്കുന്നത്. ഏകാഗ്രത ഇന്നത്തെ ലോകത്ത് അപൂർവമാണ്. നിരന്തരം വരുന്ന അറിയിപ്പുകൾ, വാർത്തകൾ, അഭിപ്രായങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി മത്സരിക്കുന്നു. എന്നാൽ ഹൈ പെർഫോമൻസ് ആവശ്യപ്പെടുന്നത് ആഴത്തിലുള്ള ശ്രദ്ധയാണ്. ഒരു കാര്യത്തിൽ മുഴുകി പ്രവർത്തിക്കാൻ കഴിയുന്ന കഴിവ്. ഈ കഴിവ് സ്വാഭാവികമല്ല, അത് പരിശീലനത്തിന്റെ ഫലമാണ്. നിങ്ങൾ ഓരോ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ശ്രദ്ധ ചോരാതെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ചെയ്യുന്ന കാര്യത്തിന്റെ ആഴത്തിലേക്ക് പോകാൻ പഠിക്കുന്നു. ആദ്യം അത് ബുദ്ധിമുട്ടാകും, പക്ഷേ പതുക്കെ അത് സ്വാഭാവികമാകും. ഇമോഷണൽ ഇന്റലിജൻസ് ഈ പ്രോട്ടോക്കോളിന്റെ മൂന്നാമത്തെ ഘടകമാണ്. വികാരങ്ങളെ ഇല്ലാതാക്കുക എന്നതല്ല ലക്ഷ്യം, അവയെ മനസ്സിലാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി തോന്നും. എന്നാൽ നിങ്ങൾ മാനസിക ഊർജം സംരക്ഷിച്ചിരിക്കുമ്പോൾ അതേ പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മറ്റൊരു വീക്ഷണകോണിൽ കാണാൻ കഴിയും. പ്രതികരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം ചിന്തിക്കാൻ കഴിയുന്ന കഴിവ്, അതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനം. ഹൈ പെർഫോമൻസിനുള്ള ഒരു പ്രായോഗിക രീതിയുണ്ട്. ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മാത്രം വ്യക്തമായി നിർവചിക്കുക. അത് 100% ചെയ്തു പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ ദിനത്തെ വിജയകരമാക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാം സ്ഥാനത്ത് വരട്ടെ. ഈ ലളിതമായ സമീപനം നിങ്ങളുടെ ശ്രദ്ധ ചിതറാതിരിക്കാൻ സഹായിക്കും. ഒരേ സമയം 10 ലക്ഷ്യങ്ങൾ പിന്തുടരുമ്പോൾ ഒന്നും ആഴത്തിൽ കൈവരിക്കാൻ കഴിയില്ല. ഇവിടെ സ്ഥിരതയുടെ പ്രാധാന്യം വലുതാണ്. ഒരു ദിവസം മികച്ച രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം ജീവിതം മാറില്ല. പക്ഷേ ചെറിയ പുരോഗതി ദിവസേന ആവർത്തിക്കുമ്പോൾ അത് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. സ്ഥിരതയും ഡിസിപ്ലിനും ആത്മവിശ്വാസം നിർമ്മിക്കുന്നു. ആത്മവിശ്വാസം കൂടുതൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം നൽകുന്നു. അതിലൂടെ വളർച്ചയുടെ ചക്രം ആരംഭിക്കുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും, മുമ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പമാകുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് ഇനി അനാവശ്യമായ തീരുമാനങ്ങളാൽ ക്ഷീണിക്കില്ല. അത് വ്യക്തവും കേന്ദ്രീകൃതവുമാണ്. ഈ അവസ്ഥയിലാണ് സൃഷ്ടിപരത ഉയരുന്നത്. പുതിയ ആശയങ്ങൾ, ആഴമുള്ള വിശകലനങ്ങൾ, സമതുലിതമായ പ്രതികരണങ്ങൾ ഇവയെല്ലാം ഹൈ പെർഫോമൻസിന്റെ ലക്ഷണങ്ങളാണ്. ചില ദിവസങ്ങളിൽ ഡിസിപ്ലിൻ തകരാം. അതിൽ വിഷമിക്കേണ്ടതില്ല. അടുത്ത ദിവസം വീണ്ടും നിങ്ങളുടെ ബ്ലൂ പ്രിന്റിലേക്ക് മടങ്ങുക. പരാജയം സ്ഥിരമല്ല. നിങ്ങൾ തിരിച്ചുവരാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം വീണ്ടും നിങ്ങളെ ഉയർത്തും. ഹൈ പെർഫോമൻസ് പ്രോട്ടോകോൾ ഒരു ജീവിത ദർശനമായി മാറണം. നിങ്ങൾ പ്രതികരണപരമായ ജീവിതത്തിൽ നിന്ന് ഉദ്ദേശപൂർവമായ ജീവിതത്തിലേക്ക് മാറുന്നു. ഓരോ തീരുമാനവും, ഓരോ ശീലവും, ഓരോ ദിവസവും എല്ലാം ഒരു വലിയ ദിശയിലേക്ക് ചേരുന്നു. നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ വിലമതിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുന്നു, നിങ്ങളുടെ വികാരങ്ങളെ ബഹുമാനിക്കുന്നു. ഈ യാത്രയുടെ സാരം ലളിതമാണ്. പ്രഭാതങ്ങളിൽ നിയന്ത്രണം നേടുക, ദിവസത്തിനായുള്ള ഊർജം സംരക്ഷിക്കുക, പ്രധാന കാര്യങ്ങളിൽ ആഴത്തിൽ പ്രവർത്തിക്കുക. ഇതാണ് ഉന്നത പ്രകടനത്തിന്റെ ചക്രം. ഇതൊരു രഹസ്യമല്ല, ആവർത്തിക്കാവുന്ന ഒരു സംവിധാനം മാത്രമാണ്. എന്നാൽ ആ സംവിധാനം സ്ഥിരമായി പിന്തുടർന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. നാളെ വീണ്ടും ഒരു ദിവസം ഉദിക്കും. ആ ദിവസം യാദൃച്ഛികമായി പോകാൻ അനുവദിക്കരുത്. നിങ്ങൾ രൂപകൽപ്പന ചെയ്ത പ്രോട്ടോകോൾ അനുസരിച്ച് അത് നയിക്കുക. ചിട്ടയോടെ തുടങ്ങുക, ഏകാഗ്രതയോടെ പ്രവർത്തിക്കുക, ശ്രദ്ധയോടെ പ്രതികരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഹൈ പെർഫോമൻസ് ഒരു അപൂർവ കഴിവല്ല, അത് ദിവസേന രൂപപ്പെടുന്ന ഒരു ശീലം മാത്രമാണ്. ഈ പുസ്തകത്തിന്റെ യാത്ര ഒരു ലളിതമായ തിരിച്ചറിവിൽ നിന്നാണ് ആരംഭിച്ചത്. നമ്മൾ ദിവസം തുടങ്ങുന്ന രീതി തന്നെയാണ് ദിവസത്തിന്റെ ഗുണനിലവാരം നിർണയിക്കുന്നത്. രാവിലെ എടുത്ത ചെറിയ തീരുമാനങ്ങൾ പോലും നമ്മുടെയൊക്കെ മാനസിക ഊർജത്തിൽ നിന്ന് ഒരു വിഹിതം എടുത്തുകൊണ്ടിരിക്കുന്നു.
ആ ഊർജം സംരക്ഷിക്കാതെ ജീവിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഊർജമില്ലാത്തവരായി നമ്മൾ മാറുന്നു. പക്ഷേ ബോധപൂർവമായ ഒരു സംവിധാനം സ്വീകരിക്കുമ്പോൾ ജീവിതം ക്രമേണ മാറിത്തുടങ്ങുന്നു. ഡിസിഷൻ ഫറ്റീഗ് എന്ന ആശയം നമ്മെ ഒരു സത്യത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ഊർജം അനന്തമല്ല, അതിന് പരിധിയുണ്ട്. ചെറിയ കാര്യങ്ങളിൽ സ്ഥിരതയും മുൻകൂട്ടി നിശ്ചയിച്ച രീതികളും സ്വീകരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നു. രാവിലെ ഓരോ നിമിഷവും എന്ത് ചെയ്യണമെന്ന ആശങ്കയില്ലാതെ തുടങ്ങുമ്പോൾ മനസ്സ് സമാധാനത്തോടെ പ്രവർത്തിക്കും. ആദ്യ മണിക്കൂറിന്റെ ബ്ലൂ പ്രിന്റ് ഒരു ശീലമല്ല, അതൊരു പ്രഖ്യാപനമാണ്. എൻ്റെ മികച്ച ഊർജം ഞാൻ സംരക്ഷിക്കും എന്ന പ്രഖ്യാപനം. ഈ പ്രഖ്യാപനം നിങ്ങളുടെ ദിനത്തിൽ നിയന്ത്രണബോധം നൽകുന്നു. അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകും, തടസ്സങ്ങൾ വരും, പദ്ധതികൾ മാറും. പക്ഷേ നിങ്ങളുടെ അടിസ്ഥാനം ഉറച്ചതായിരിക്കും. ആ അടിസ്ഥാനം തന്നെയാണ് നിങ്ങളെ സ്ഥിരതയോടെ നിർത്തുന്നത്. മാനസിക ഊർജം സംരക്ഷിക്കുന്ന കല ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ജോലിയിലും ബന്ധങ്ങളിലും വ്യക്തിത്വ വളർച്ചയിലും നിങ്ങൾ കൂടുതൽ ബോധപൂർവമാകുന്നു. അനാവശ്യമായ ചർച്ചകൾ, ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ, ചിതറിപ്പോകുന്ന ശ്രദ്ധ ഇവയെല്ലാം പതുക്കെ കുറയും. പകരം ആഴത്തിലുള്ള ശ്രദ്ധയും വ്യക്തതയും ഉയരും. നിങ്ങൾ തിരക്കിലായിരിക്കുക എന്നതിൽ നിന്ന് മാറി ഉദ്ദേശപൂർവമായി പ്രവർത്തിക്കുന്ന ഒരാളായി മാറും. ഹൈ പെർഫോമൻസ് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നല്ല, അത് ചെറിയ ശീലങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. ഓരോ രാവിലെയും നിങ്ങളെടുത്ത ബോധപൂർവമായ ഒരു തീരുമാനത്തിന്റെ ഫലമാണ്. നിങ്ങൾ ദിവസേന ആവർത്തിച്ച ചിട്ടയുടെ പ്രതിഫലമാണ്. വികാരങ്ങളെ നിയന്ത്രിച്ച് ശ്രദ്ധ സംരക്ഷിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ആഴത്തിൽ പ്രവർത്തിച്ചപ്പോൾ രൂപപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. ഈ യാത്രയിൽ പൂർണ്ണതയല്ല, സ്ഥിരതയാണ് പ്രധാനപ്പെട്ടത്. ചില ദിവസങ്ങളിൽ നിങ്ങൾ വഴിതെറ്റാം, എന്നാൽ നിങ്ങളുടെ സംവിധാനത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം. ഓരോ പുതിയ രാവിലെയും നിങ്ങൾക്ക് ഒരു അവസരമാണ്. വീണ്ടും തുടങ്ങാനുള്ള, വീണ്ടും ക്രമത്തിലാകാനുള്ള, വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം. ഈ പുസ്തകത്തിന്റെ സന്ദേശം സങ്കീർണമല്ല. നിങ്ങളുടെ ആദ്യ മണിക്കൂർ സംരക്ഷിക്കുക, നിങ്ങളുടെ ശ്രദ്ധ സംരക്ഷിക്കുക, നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ നിങ്ങൾ തന്നെ നിർണയിക്കും. വിജയത്തിന്റെ വിത്തുകൾ പലപ്പോഴും സൂര്യോദയത്തിനു മുമ്പ് വിതയ്ക്കപ്പെടുന്നു. നാളെ രാവിലെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഒരു നിമിഷം നിശബ്ദമായി ചിന്തിക്കുക. ഈ ദിവസം ഞാൻ ഉദ്ദേശപൂർവം തുടങ്ങുമോ? ആ ഒരു ചോദ്യത്തിന്റെ സത്യസന്ധമായ മറുപടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.